തൊപ്പി എന്ന് പറഞ്ഞാൽ നിഹാദിനെ നമ്മൾ വളരെ നല്ല രീതിയിലാണ് കണ്ടത്. എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്ന, സഹായിക്കുന്ന അങ്ങനത്തെ ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് എനിക്കും അങ്ങനെ പരിചയമുള്ളൂ. പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാർ. ഞാൻ ഇപ്പൊ ലാസ്റ്റ് ഒക്കെ കുറെ വീഡിയോസ് ഞാൻ ഇപ്പൊ അടുത്താണ് കാണുന്നത്. അതിൽ സ്ത്രീകളെ പറ്റി പറയുന്നത് അതൊന്നും ഒരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. കാര്യം ജ്ഞാനശീലേട്ടൻ ഇത്രയും കാലം പറഞ്ഞത് മുഴുവൻ മണ്ടത്തരമാണെങ്കിലും ഇതിൽ കാര്യമില്ലാതില്ല. താങ്ക് യു. സമൂഹത്തിൽ ഇത്രയും ഇൻഫ്ലുവൻസ് ഉള്ള ഒരാൾ ഇങ്ങനെ സംസാരിക്കുന്നത് ആ വീഡിയോസ് ഒക്കെ അവർ സ്വന്തം ഫ്രണ്ട്സ് ഇപ്പോഴല്ലേ ഇറക്കുന്നത്. നമുക്ക് ഇതിനു മുമ്പ് അറിയില്ലല്ലോ തൊപ്പിനെ. ഇതിനു മുമ്പ് നമുക്ക് അങ്ങനെ ഒരു വ്യക്തിനെ അറിയില്ലല്ലോ. വാസു, ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയാണല്ലേ തത്തറ. പക്ഷെ ഇപ്പൊ അടുത്താണ് വളരെ മോശമായിട്ട് ഒരു സ്ത്രീ റോഡിന്റെ അപ്പുറത്തോടെ പാസ് ചെയ്ത് പോകുമ്പോ കാറിലിരുന്നിട്ട് തൊപ്പി പറയാണ് അവളെ ബ്രസ്റ്റ് സൈസ് നോക്കി വെക്ക്, വീട്ടിൽ പോയിട്ട് നമുക്ക് ചെയ്യാനുള്ള. അതൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞു. കാറിലിരുന്നിട്ട് തൊപ്പി പറയാണ് അവളെ ബ്രസ്റ്റ് സൈസ് നോക്കി വെക്ക്, വീട്ടിൽ പോയിട്ട് നമുക്ക് ചെയ്യാനുള്ള. അതൊക്കെ എന്നാൽ ഈ ഉതുപ്പ് പ്രസിഡന്റിന് എന്നാ പറ്റിയേ? അതൊന്നും ഒരിക്കലും നമുക്ക് അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. അത് ആരായാലും അത് ഇങ്ങനെയൊന്നും നീ എന്നോട് പറയരുത്. ഒരുപാട് വിഷമുണ്ടാക്കുന്ന കാര്യങ്ങളാ. തീർച്ചയായിട്ടും അതൊക്കെ കാണുമ്പോൾ നമ്മള് ഇപ്പോഴത്തെ ജനറേഷൻ വഴി തെറ്റി പോയില്ലേ. അവരെ കൂടെയുള്ള ആൾക്കാരിൽ 18 വയസ്സായ ആൾക്കാരുണ്ട്, ചെക്കന്മാരുണ്ട് തൊപ്പിയുടെ ഗേങ്ങില്. എന്നെ മാത്രല്ല നിങ്ങളെ രണ്ടുപേരെയും അറിയാവുന്ന. ഇത് ഫെൽറ്റിംഗ് ആണോ? എന്ത് ഫെൽറ്റിംഗ്? അത് കൂട്ടുകാരുടെ മുമ്പിൽ ഇതാണോ ഫെൽറ്റിംഗ്? എനിക്ക് മനസ്സിലാവില്ല. ഇതൊന്നുമല്ല. ഊതിയതല്ലേ, കാറ്റടിച്ചപ്പോ മനസ്സിലായില്ലേ? ഒരു പെൺകുട്ടിനെ കാണുമ്പോ അവളെ കാണാൻ കൊള്ളാം, അവള് സുന്ദരിയാണ്, അല്ലെങ്കിൽ അവളെ നമ്പർ കിട്ടുമോ, അതൊക്കെ ഓക്കെ ഫ്രണ്ട്സിന്റെ ഇടയിൽ. ഇത് ഈ സംസാരത്തിലുള്ള സംസ്കാരം വില കൊടുത്ത കിട്ടില്ല. അല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ഇത് അവളുടെ അത് നോക്കി ഇത് നോക്ക്, വീട്ടിൽ പോയിട്ട് അത് ചെയ്യാനുള്ളത് മാസ്റ്റർബേഷൻ, ഇതൊക്കെയാണോ നിങ്ങളുടെ ഉദ്ദേശിക്കുന്ന വെയിറ്റിംഗ്? വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. ഒന്നിനും വിശ്വസിക്കാൻ കൊള്ളില്ല. വിശ്വസിച്ച് കൂടെ നടക്കുന്നവരാ ചതി കാണിക്കുന്നത്. പക്ഷെ അത് വളരെ മോശമാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ ഇങ്ങനെ ഇതാക്കുന്നത്. ആയുസ് തീർന്നിട്ട് ആർത്തി തീർന്നില്ലേ? എന്തൊരു ഒലിപ്പ്! പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? ബോറൻ, ആഭാസൻ, ബ്ലഡി ഫൂൾ. ഇത്രയും ലൈംഗിക ചൊവ്വയിൽ സംസാരിക്കുന്നതൊക്കെ വളരെ മോശമുള്ള കാര്യം തന്നെയാണ്. അതിപ്പോ ഞാൻ ആരായാലും അത് അവരൊക്കെ നിയമത്തിന് മുമ്പിൽ തന്നെ വരണം. അപ്പൊ പറഞ്ഞതുപോലെ നമ്മൾ നാളെ രാവിലെ മീറ്റ് ചെയ്യുന്നു.